ഇന്ത്യൻ ചാനലിലേക്ക് സ്വാഗതം. കണ്ടു കഴിഞ്ഞതും കാണാൻ കിടക്കുന്നതുമായ ഒരുപാട് കാഴ്ചകളുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രേക്ഷകരെ കാണിച്ചത് കോതിശ്ശേരി ബീച്ചാണ്. തൊട്ടപ്പുറത്ത് തന്നെയുള്ള ബേപ്പൂർ പുലിമുട്ട് എന്ന സ്ഥലത്ത് മനോഹരമായ ഒരു സ്ഥലമാണ്. സാധാരണഗതിയിൽ ഒരു ടൂറിസ്റ്റിന് പോകാൻ നല്ല സാമ്പത്തിക ചെലവുണ്ട്. പക്ഷേ ബേപ്പൂർ പുലിമുട്ട് എന്ന സ്ഥലത്തൊക്കെ പോകണമെങ്കിൽ ബസ് യാത്ര ചെയ്യുന്നവർക്കും ഫറൂഖിലിറങ്ങി ബേപ്പൂർ ബസ് കയറി വന്ന് ബേപ്പൂരിൽ നേരെ കോഴിക്കോട് പോയി കോഴിക്കോട് നിന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന ദിശയിലേക്ക് തിരിക്കാവുന്നതാണ്. മറ്റ് തെക്കൻ ജില്ലകളിലും വയനാട് മറ്റ് ജില്ലകളിലും ഒക്കെ നമ്മൾ പോയാൽ നമുക്ക് വലിയ സാമ്പത്തികമാകും. അങ്ങോട്ട് പോകേണ്ട ചെലവുകളും ട്രാവലിംഗ് ഫുഡ് ഒക്കെ ആയിട്ടും നല്ല ചെലവുകളും. പക്ഷേ മലബാറിന്റെ കോഴിക്കോട് ഭാഗത്തേക്ക് ഒരു ടൂറിസ്റ്റ് കയറണം ചെലവേ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. വ്യത്യസ്തമായ കാഴ്ചകളും കൂടെ കാണാം. ബേപ്പൂർ പുലിമുട്ട് അന്നാട്ടിന്റെയും പുറത്തുള്ളവരുടെയും ഒരു കരമായ പ്രദേശമാണ്. കുട്ടികൾക്ക് ഓടി കളിക്കാൻ കഴിയില്ല. ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് ഗവൺമെന്റ് പാർക്കുകളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. പുലിമുട്ടിനെ സംബന്ധിച്ചൊരു പ്രത്യേകത, 1 കിലോമീറ്റർ ദൂരത്തേക്ക് കടലിലൂടെ ഒരു കൽപ്പാത എന്ന് പറഞ്ഞാൽ ധനുഷ്കോടി നമ്മൾ ബസ് തിരിക്കുന്ന പോലെ ഇരിക്കും. രാമേശ്വരം കടലിലേക്ക് തള്ളി നിൽക്കുന്ന ആ ഭാഗത്ത് നിരവധി സഞ്ചാരികൾ വന്ന് കൗതുകത്തോടെ കാത്തിട്ട് നമുക്കാണ്. ഇവിടുത്തെ നാടൻ തട്ടുകടകളിൽ വ്യത്യസ്തമായ ഫുഡാണുള്ളത്. നിരവധി ഫ്രൂട്ട്സിന്റെ ഒക്കെ ഭാഗങ്ങളും ഒക്കെ കൊച്ചു കൊച്ചു നിരവധി തട്ടുകടകളും അതാസ്വദിക്കാൻ വേണ്ടി നിരവധി കുട്ടികളും ഒക്കെ സഞ്ചാരികളുടെ ഒരു ബഹളം തന്നെയാണ്. പുതുതായി നിർമ്മിക്കുന്ന പാർക്കിന്റെ ഭാഗങ്ങളാണ്. അടുത്ത വർഷത്തോടുകൂടി ഇതിനൊക്കെ വളരെ മനോഹരമാവും. ടൂറിസം മന്ത്രി മുൻകൈയെടുത്ത് നടത്തുന്ന ഈ ദേശത്തെ വികസനമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. പാർക്കിംഗ് ഏരിയയും വിവിധ കൗതുകകരമായിട്ടുള്ള മറ്റ് ശില്പങ്ങളും ഒരുങ്ങി വരുന്നു. മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇപ്പോൾ കുതിരസവാരി മറ്റ് പല ആക്ടിവിറ്റികളും ഇവിടെ ഉണ്ട്. കുട്ടികളുടെ കുട്ടിയുടെ മുകളിൽ ബീച്ചിന്റെ മറ്റൊരു കോഴിക്കോട് സഞ്ചാരികൾക്ക് ലളിതമായി സാമ്പത്തിക ഭാഗമൊന്നും ഇല്ലാതെ വന്ന കുട്ടികൾ ഒരു ബീച്ച്. കോഴിക്കോടിന്റെ തനതായ ഒരു ഫുഡാണ് ഐസ് ഫുഡ്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഐസും കൂട്ടിയിട്ടുള്ള മിശ്രിതമായ ഒരു വിഭവമാണത്. ഈ നാടിന്റെ മാത്രമായി ഏറെ കണ്ടിട്ടുള്ളത്. മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇത് കുറവാണ്. ഇപ്പോൾ എല്ലാവരും കുട്ടികളും ഈ സഞ്ചാരത്തിന്റെ ഭാഗമായി ബിസിനസ് നടത്തുന്നു. തിരകൾ കൊണ്ട് നമ്മളെ തലോടാൻ എന്നവരെ പാഞ്ഞെടുക്കുന്നു. കലിമുണ്ട് നിൽക്കുന്ന കടലമ്മയല്ല, തിരിച്ച് മന്ദഗതിക്ക് നമ്മോട് പാഞ്ഞെടുക്കുന്ന കടലമ്മയാണ് നമ്മൾ ശാന്തമായി നമ്മൾ കടലിലേക്ക് ഇറങ്ങി കുട്ടികൾക്ക് വരെ ഈ മഴക്കാലത്ത് ഇറങ്ങി പോകാൻ പറ്റുന്ന രീതിയിലാണ് കടൽ ശാന്തം. വളരെ ശാന്തം. ചാലിയാർ പുഴയുടെ സംഗമവും കൂടിയാണ്. ചാലിയാർ അക്കരെ കാണുന്ന ചാലിയാറാണ്. ചാലിയാറിന്റെ
പുഴ കടലിൽ സംഗമിക്കുന്ന ഭാഗമാണ് ഈ പുലിമുട്ട് ഭാഗം. ഇരുകരയിലും സഞ്ചാരികൾ ഒരു 4 മണിയോടുകൂടി ഒഴുക്ക് തുടങ്ങും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ പ്രദേശം കാണുമ്പോൾ ധനുഷ്കോടി പോയ അനുഭവമാണ് രാമേശ്വരം. കടലിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ എന്നാണ് പറഞ്ഞാൽ 2 കിലോമീറ്റർ എടുത്തത് തന്നെ ഈ പുലിമുട്ട് നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അതിന് ഇരുവശത്തും കാണികൾക്ക് ഇരുന്ന് ആസ്വദിക്കാനും കഥ പറയാനും ഒക്കെ ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു.